ചേച്ചി മിഠായി. മോളെ, ആ മിഠായി കവർ എവിടെ? ഞാൻ അവിടേക്ക് വലിച്ചെറിഞ്ഞു ചേച്ചി. അതെന്തിനാ വലിച്ചെറിഞ്ഞത്? സോറി ചേച്ചി, ഞാനിപ്പോൾ പോയി എടുത്തിട്ട് വരാമേ. ചേച്ചി, ഞാൻ ആ ബാഗിലേക്ക് ഇടാം. മോളെ, വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റീസൈക്കിൾ ചെയ്യാനായുള്ള പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഇടണേ. ഇടാം ചേച്ചി. കൂട്ടുകാരെ, നമ്മളെല്ലാവരും മാലിന്യം വലിച്ചെറിയുന്നത് ഒരു ശീലമാക്കി മാറ്റിയില്ലേ? അങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യം വൃത്തിയാക്കാനായി ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങിയ ജോയ് ചേട്ടനാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. നമ്മളെല്ലാവരും മാലിന്യം വലിച്ചെറിഞ്ഞത് കാരണം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി ഇന്ത്യൻ റെയിൽവേ ഒരു കോൺട്രാക്ട് നൽകി. അത് പ്രകാരം ജോയ് ചേട്ടൻ അതിൽ ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാണ് ഉണ്ടായത്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അദ്ദേഹത്തിനെ കൊന്നതാണ്. എത്ര ലജ്ജാകരമാണല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിന് സ്വന്തം നാടെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്താണ് ഇത് നടന്നത്. ആമയിഴഞ്ചാൻ തോട് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ കൂടിയാണ് ഒഴുകുന്നത്. അതിനുശേഷം ആക്കുളം കായൽ കഴിഞ്ഞ് വേളി കായൽ നിന്ന് കടലിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. റെയിൽവേ ട്രാക്കിനടിയിൽ ഒരു ചെറിയ ടണൽ ആയി ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരു ചെറിയ മഴ പെയ്യുമ്പോഴും തമ്പാനൂരിൽ വെള്ളം പൊങ്ങുന്നതെന്ന്? അടുത്തത് നിങ്ങളോ ഞാനോ ആകാം ഏതെങ്കിലും തോടിലോ ഓടയിലോ വീണ് ഇതേ അവസ്ഥ ഒന്നും കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി മാലിന്യം വലിച്ചെറിയരുത്. ജോയ് ചേട്ടനെ രക്ഷിക്കാനായി എത്തിയ NDRF പ്രവർത്തകരുടെയും ഫയർഫോഴ്സ് പ്രവർത്തകരുടെയും അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? അവരുടെ കഷ്ടപ്പാട് ഓർത്തെങ്കിലും നമ്മളെല്ലാവരും മാറേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാറുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളൊന്നും നമ്മൾ ആരും വൃത്തിയായി സൂക്ഷിക്കാറില്ല. കാരണമായി നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് കോർപ്പറേഷൻ പരിസരങ്ങളിൽ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഡസ്റ്റ്ബിൻ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആരെങ്കിലും അതിൽ തന്നെ കൃത്യമായി നിക്ഷേപിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയതും വൃത്തിയുള്ളതുമായ ഒരു നഗരമാണ് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ. ഈ സ്ഥലത്ത് പൊതുസ്ഥലങ്ങളിൽ ഒന്നും ഒരു ഡസ്റ്റ്ബിൻ പോലും സ്ഥാപിച്ചിട്ടില്ല. അവിടെ ആ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ബോധമുള്ള ജനങ്ങളാണുള്ളത്. അവർ കൃത്യസ്ഥലം എത്തുമ്പോൾ മാത്രമാണ് അവരുടെ വേസ്റ്റ് നിക്ഷേപിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും, നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല, പുറം രാജ്യങ്ങളിൽ മാത്രം ഇതൊക്കെ നടക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം അവിടുത്തെ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു ഒരു മിഠായി തുലി പോലും പൊതുസ്ഥലങ്ങൾ അവർ വലിച്ചെറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായി സുൽത്താൻ ബത്തേരി മാറിക്കഴിഞ്ഞു. വെള്ളവും വായുവുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണെന്ന് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു. എത്ര സൗകര്യമുള്ള നഗരമാണെങ്കിലും ശുദ്ധജലവും ശുദ്ധവായുവില്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ത് ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഡൽഹിയിലെ നിവാസികൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് ആപത്താണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. സ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുകയില്ല എന്ന് തീരുമാനിച്ചില്ലേ കൂട്ടുകാരെ? നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം. മാലിന്യമൊത്ത നവകേരളത്തിനായി നമുക്ക് ഒത്തുചേർന്നാലോ? ഇതാരും ഒരു ചെറിയ കാര്യമായി കരുതരുത്. Every small step makes a big difference.